ആക്ച്വലി മ്യൂസിക് പ്രൊഡക്ഷൻ ഫുള്ള് പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത്. ഈ നെഞ്ചിലെഴുത്ത് എഴുതുമ്പോൾ അതറിയാം, പ്രണയം ആണ് അതിലെ മെയിൻ ടോപ്പിക്. ആരെങ്കിലും മനസ്സിൽ വെച്ചാണോ? അതൊന്നും ആരും മനസ്സിലൊന്നുമില്ല, ഇപ്പോഴുണ്ടോ? കാണും. ഇപ്പം നമ്മൾ ചെയ്ത ഒരു സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉറപ്പായ ഒരു ടൈം വരും. ചുമ്മാ തമാശയ്ക്ക് ഈ പാടിയ അമൃതെടുത്ത് പറയുന്നത് ഈ പോർഷൻ ഹിറ്റ് ആക്കി നോക്കി, ചുമ്മാ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ചുമ്മാ റാൻഡമായിട്ട് കോമഡിക്ക് വരുന്നത്. നിങ്ങളുടെ വായിൽ തന്നെ ആ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? രണ്ടാളും കൂടി ചേർന്നിട്ട്. ഞാൻ എഴുതത്തില്ല, എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയത്തുള്ളൂ. എഴുതാനാണ് എന്തൊക്കെയാണോ പറയുന്നത്, എന്തൊക്കെ പിച്ച് പിടിച്ച്. എന്നെ സംബന്ധിച്ചുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അക്കാഡമിക്സും കൊണ്ടുപോകണം, എൻ്റെ പാഷനും കൊണ്ടുപോകണം. ഇത് ഞാനിത് എവിടെ കൊണ്ട് മുട്ടിക്കും. നമുക്കാണെങ്കിൽ ഇത് പ്രായം കൂടി വരുന്നുണ്ടെന്നുള്ളൊരു തോട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ട്. 23 വയസ്സായി. ആൽബം സോങ്സ് ചെയ്യണമെന്ന് മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ മെയിൻ എയിം സിനിമ ചെയ്യണമെന്നായിരുന്നു. യൂട്യൂബിൽ നിന്ന് തന്നെയാണ് മിക്സിങ്, മാസ്റ്ററിങ്, പ്രൊഡക്ഷനൊക്കെ പഠിച്ചത്. സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും വിചാരിക്കും ഓക്കെ ഇരുന്ന് നമുക്ക് ഒരു ട്യൂൺ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ വരണമെന്നില്ല. റാൻഡമായിട്ട് നമ്മൾ ചിലപ്പോൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ ചുമ്മാ റാൻഡമായിട്ട് വരും. അപ്പം ഞാൻ സൈഡിൽ നിർത്തി റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പം ഫോൺ ബാഗിൽ വെളിയിരിക്കും, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് ഇതിൽ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ഈ ഇൻസ്പിറേഷനായിട്ട് കാണുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി. ഫെജോനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. പുള്ളിയുടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പുള്ളി പറഞ്ഞു വർക്ക് കൊള്ളാം, ലിറിക്സ് നല്ല രീതിയിലുണ്ട്, ഇപ്പം ഇങ്ങനെ വർക്ക് ഇനി ഒരുപാട് ചെയ്യണം. ഹാഷറൊക്കെ പിന്നെ വിളിച്ച് ഭയങ്കര കോംപ്ലിമെൻ്റ് ഒക്കെ ആയിരുന്നു, പാട്ടൊക്കെ കൊള്ളാം. ഈസി ടോക്ക് PC ടേൽസ്, സംഗീത ലോകത്തിന്റെ ശബ്ദങ്ങൾ അനുസ്മരിക്കാൻ ഒരു പുതിയ ഇടം, ദ സൗണ്ട്. ഇന്ന് നമ്മുടെ കൂടെ 2 സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്, അഭിലാഷ് ബ്രിട്ടോ ആൻഡ് ആദർശ് കൃഷ്ണൻ. വെൽക്കം ടു അവർ ഷോ. ഹലോ. ഹൈ. എന്തൊക്കെയാണ് ഇപ്പൊ പുതിയ രതിയെ എന്നുള്ള സോങ്ങിന്റെ നിങ്ങളുടെ വിശേഷങ്ങൾ? വിശേഷങ്ങൾ രതിയെ റിലീസായിട്ട് രതിയെ റിലീസായിട്ട് ഇപ്പം 3-4 മാസമായി. അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ റീൽസും വരുന്നതേ ഉള്ളൂ, ഡാൻസ് വീഡിയോസും ഒത്തിരി വരുന്നുണ്ട്. ഇപ്പം അടുത്ത സോങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ട്രാക്സ് ഉടനെ വരുന്നുണ്ട്. വീണ്ടും ഒരു മെലഡിയിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. കാരണം ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തത് ഒരു ലാസ്റ്റ് ചെയ്തിരിക്കുന്നതൊരു കുറച്ച് ഡാൻസ് മൂഡിലുള്ളൊരു ജോലി ടൈപ്പ് സോങ് ആണ്. അപ്പോൾ വീണ്ടും ഒരു മെലഡി ട്രാക്ക് ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അതിനു മുമ്പ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാമോ? കാരണം അഭിലാഷ് ബ്രിട്ടോയും ആദർശ് കൃഷ്ണനും ഈ ഫീൽഡിലേക്ക് വന്നിട്ട് പരിചയപ്പെട്ടവരല്ല, അതിന് മുമ്പേ പരിചയപ്പെട്ടവരാണ്. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. 8ാം ക്ലാസ് തൊട്ട് 2 വർഷമേ സ്കൂളുണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞ് പോയി. പക്ഷെ നമ്മൾ ആ സ്കൂളിലുണ്ടായിരുന്ന ടൈം ഫുള്ള് നമ്മൾ സംസാരിക്കുന്നത് സിനിമ, മ്യൂസിക്. നമുക്ക് ഒരുമിച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യണം, ഒരു പാട്ട് മ്യൂസിക് വീഡിയോ ചെയ്യണം. പണ്ട് നിയാർ പെണ്ണെ എന്നും പറഞ്ഞൊരു ആൽബം സോങ് ഉണ്ടായിരുന്നു. ഇത് കേട്ടിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്പയർഡ് ആവുന്നത്. ഒരു പാട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഇൻസ്പയർഡ് ആവുന്നത് അത് കണ്ടിട്ട്. അത് നമ്മളത് കൂടുതൽ ഡിസ്കഷൻ ചെയ്തില്ല, അത് പോയി. പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ആദർശം ട്രാക്ക് ചെയ്തു, മെതുവാകല്ലേ ചെയ്തു. ആദർശ സ്വന്തമായിട്ടാണ് എഴുതിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ പാഷൻ എഴുതണം, ഞാൻ എഴുതിയേ തീരൂ എന്നൊക്കെ പറഞ്ഞ് വന്നതല്ല. പുള്ളി മെതുവാக റിലീസ് ചെയ്തപ്പോൾ ഞാൻ കേട്ട് നോക്കിയപ്പം എനിക്ക് തമിഴ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ട് ഞാൻ കേൾക്കും, ഇളയരാജ, റഹ്മാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേട്ടപ്പോൾ നല്ല അടിപൊളി മ്യൂസിക്കാണ്, പക്ഷെ അതിന് മാച്ച് ആവുന്ന ഒരു ലിറിക്കല്ല. വരികൾ കേൾക്കാൻ ഒരു സുഖമില്ല. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞടാ, വരി ഇച്ചിരി നീ കറക്റ്റ് ചെയ്ത് അടുത്ത ഒരെണ്ണം ചെയ്യും, അപ്പോൾ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് നിനക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞാണ് എന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജേർണി തുടങ്ങുന്നത്. ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? പ്രത്യേകിച്ച് മിക്കവാറും കറങ്ങിത്തിരിഞ്ഞ് ഇത് വരും. കാരണം ഇതൊരു നമുക്ക് ഉള്ളിലൊരു ഇഷ്ടമുണ്ടല്ലോ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്താൽ നമ്മളൊരു ഇപ്പോൾ ഒരു തമാശ പറയുന്നുണ്ടെങ്കിൽ അതേ ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമഡി ആയിരിക്കും നമ്മൾ ഈ ഡെയിലി ലൈഫിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു സിനിമ കണക്റ്റഡ് ആണ്. അപ്പം എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് വന്നേനെ. കാരണം ഒരു പ്രൊഫഷണൽ ഒരു ജോലി ഓപ്റ്റ് ചെയ്താലും മനസ്സുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ടെക്നിക്കൽ സൈഡിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് വന്നേനെ. അതിപ്പോഴാണ് ഒരു കുറച്ച് ടൈമായി വന്നത്. ആക്ച്വലി എന്താണ് ശരിക്കും പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്? എഡ്യൂക്കേഷൻ ഞാൻ മാസ്റ്റേഴ്സ് MSc ഫിസിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവൻ BCom ഗ്രാജുവേറ്റ് ആണ്. BSc പഠിച്ചിട്ട് പിന്നെ ബോറടിക്കുന്നുണ്ട്, MSc പഠിച്ച് പിന്നെ ബോറടിക്കുന്നുണ്ട്, ബാങ്ക് കോച്ചിങ്, ഫുൾ പഠിത്തം ഭയങ്കര പഠിപ്പിച്ചിട്ട് നമ്മള് BCom സമാധാനം ആയതുകൊണ്ട് ഒതുങ്ങി. കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കൂടെ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് താല്പര്യം കൂടുതൽ ഇത് കണക്ക് മ്യൂസിക് കാര്യങ്ങൾ ചെയ്യാനും BGM ചെയ്യാനും സോങ്സ് ചെയ്യാനൊക്കെയാണ് ഇഷ്ടം.
എങ്ങനെ നിങ്ങൾ ഇപ്പം MSc ഫിസിക്സ് പഠിച്ച ഒരാളാണ്, BCom ആയാലും MSc ഒക്കെ പഠിക്കുന്ന ഒരാൾക്കാർക്ക് എങ്ങനെ ഈ ഒരു മിക്സിങ്ങും മറ്റു കാര്യങ്ങളും എങ്ങനെ നിങ്ങൾ അത് ലേൺ ചെയ്തു? ആക്ച്വലി മ്യൂസിക് പ്രൊഡക്ഷൻ ഫുള്ള് പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത്. ഓൾറെഡി മ്യൂസിക് തിയറി കുറച്ച് നോളജ് ഉണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, വയലിൻ വായിക്കാൻ അറിയാം, സോപാന സംഗീതം പാടും. അപ്പം അങ്ങനെ മ്യൂസിക്കിൽ റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാൻ. അതായത് ഞാൻ 11th പഠിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഹിപ്പ് ഹോപ്പ് തമിഴയുടെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. അതായത് പുള്ളി ഇത് കണക്ക് കോളേജ് ലൈഫിൽ സ്കൂൾ ടൈമിലൊക്കെ ഇത് കണക്ക് റാപ്പ് സോങ്സ് കേട്ട് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇത് കണക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാമെന്നുള്ളത് ഐഡിയ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തോട്ട് വരുന്നത്. അതിന് മുമ്പ് വരെ സ്കൂൾ ടൈമിലൊക്കെ ഈ ലൈറ്റ് മ്യൂസിക്കിനും ക്ലാസിക്കൽ മ്യൂസിക്കിനും ഗ്രൂപ്പ് സോങ്ങിനൊക്കെ ചുമ്മാ പെർഫോം ചെയ്യും. ഓൾറെഡി ആരോ കമ്പോസ് ചെയ്തൊരു ട്രാക്ക് പാടുന്നുണ്ട് എന്നല്ലാതെ സ്വന്തമായിട്ട് നമുക്കൊരു ട്രാക്ക് ചെയ്യണം, നമുക്കൊരു ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുതിയ സാധനം, ഒരു ആർട്ട് നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു തോട്ട് എപ്പോഴായിരുന്നു വരുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ വൈകിട്ട് എന്നും വന്നിട്ട് ചെറിയൊരു ലാപ്ടോപ്പ് ഉണ്ട്, 4 GB റാമിൻ്റെ ലാപ്ടോപ്പ്. അതിനകത്ത് ആദ്യമേ ഞാൻ FL Studio, അപ്പോഴാണ് FL Studio എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലായിരുന്നു ഓരോന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡേ ഉള്ളൂ ഇതിനകത്ത് ഷോർട്ട് കട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുക, തെറ്റ് മനസ്സിലാക്കുക, അത് തെറ്റെന്താണോ അത് മനസ്സിലാക്കിയിട്ട് അടുത്തത് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സേ ഉള്ളൂ. റാൻഡമായിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അതായത് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ യൂട്യൂബിൽ എങ്ങനെയാണ് പഠിച്ചത്. യൂട്യൂബിൽ നമുക്കൊരു കറക്റ്റ് ലേണിംഗ് പ്രൊസീജിയർ ഇല്ല. ഫസ്റ്റ് ഇത് കാണുക, സെക്കൻഡ് ഇതാണ്, തേർഡ് ഇതാണ്, ഒന്നുമില്ല. റാൻഡമായിട്ട് കാണാം. നിങ്ങൾക്ക് ഒരു വീഡിയോയിലും ഒരു ഇൻഫർമേഷൻ എങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ അതൊക്കെയായിരുന്നു യൂട്യൂബിൽ നിന്ന് തന്നെയാണ് മിക്സിങ്ങും മാസ്റ്ററിങ്ങും പ്രൊഡക്ഷനും ഒക്കെ പഠിച്ചത്. അപ്പൊ ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യണമെന്നോ മ്യൂസിക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഇപ്പം എല്ലാവർക്കും ഫണ്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, മിനിമലായിട്ട് ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് ഉണ്ട്, അവരെങ്ങനെ ലേൺ ചെയ്യണമെന്നാണ് ആദർശിന് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ മോസ്റ്റ്ലി എല്ലാവരുടെയും കയ്യിലും ഉണ്ട്. സ്മാർട്ട് ഫോണിൽ തന്നെ സത്യം പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടൊരു മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ഒത്തിരി സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ കുറച്ച് മ്യൂസിക് തിയറി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാവും. മ്യൂസിക് തിയറി അറിയാത്തവർക്കും നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് നമുക്ക് ഈ മൊബൈൽ യൂസ് ചെയ്ത് ഇത് കണക്ക് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് കണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. റെക്കോർഡിങ്സ് ആണെങ്കിൽ പോലും മൊബൈൽ അത്യാവശ്യം അത്യാവശ്യം ഒരു റൂം കുറച്ച് ഈ ബ്ലാങ്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ റൂമും കുറച്ച് അക്വസ്റ്റിക് ആയിരിക്കും. അവർക്ക് നല്ലൊരു ഔട്ട് അവർക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് ഔട്ട് എടുക്കാൻ പറ്റും. ഈ ബഡ്ജറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നമുക്ക് മൊബൈലിൽ തന്നെ അത്യാവശ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പാട്ടുകൾക്ക് മാത്രമാണോ വരികൾ എഴുതാറ്, അല്ലെങ്കിൽ കഥകൾക്കോ ഷോർട്ട് ഫിലിമിനോ അങ്ങനെയൊക്കെ? ഷോർട്ട് ഫിലിമൊന്നും എഴുതിയിട്ടില്ല, കഥകളൊക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും പുറത്ത് കാണിക്കാൻ കൊള്ളാത്തതല്ല, പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരം വന്നിട്ടില്ല. ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്പം മ്യൂസിക് ഉദ്ദേശിക്കുന്നുണ്ടോന്ന് വെച്ചാൽ മ്യൂസിക് ആൾക്കാർ ഇപ്പൊ അത്യാവശ്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ഇത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് വരാത്തത് കൊണ്ടാണ് കഥ. അതായത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂൾ ടൈമിൽ ഞങ്ങൾക്ക് മ്യൂസിക് അതായത് ആൽബം സോങ്സ് ചെയ്യണമെന്ന് മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ മെയിൻ എയിം സിനിമ ചെയ്യണം എന്നായിരുന്നു. വലിയ നോളജ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സിനിമ ചെയ്യണം. അതിനകത്ത് ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ അന്ന് നമുക്ക് സിനിമയാണ്, അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്യണമെന്നായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. ആ സ്മാർട്ട് ഫോണിൽ ഞങ്ങൾ ചുമ്മാ റാൻഡം ഈ നമ്മുടെ ഈ മീമൊക്കെ പോലെ ഫൈറ്റ് സീൻ, ചുമ്മാ ഈ കോമഡി വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അത് ചുമ്മാ എടുത്തിട്ട് ഫിലിമോറയിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ചുമ്മാ ക്ലാസ്സിൽ തന്നെ നമ്മുടെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അത് ജസ്റ്റ് എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ടൈം ലൈൻ കഴിഞ്ഞപ്പോഴാണ് DSLR ഇതൊക്കെ മേടിക്കുന്നത്. DSLRനകത്ത് ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ മനസ്സിലായി, കാരണം ഫ്രണ്ട്സ് എല്ലാവരും സ്പ്ലിറ്റായി പോയി. പിന്നെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക്കുള്ള പണിയാണ്. കാരണം ഒരാളോ 2 പേരുണ്ടെങ്കിൽ ഇതൊരു ഔട്ട് കിട്ടത്തില്ല. ക്യാമറാമാൻ വേണം, ഒരു എഡിറ്റർ വേണം, അഭിനയിക്കാൻ ആൾ വേണം. അറ്റ്ലീസ്റ്റ് ആ ഷൂട്ടിംഗ് പ്രോസസ്സ് ഷൂട്ട് ചെയ്ത് കിട്ടാൻ നമുക്ക് ഒരു 3-4 പേര് വേണ്ടി വരും. പിന്നെ അത് ആഫ്റ്റർ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ഫുള്ളിരുന്ന് ചെയ്യാൻ പറ്റും. അപ്പം അത് ബുദ്ധിമുട്ടാണ്, ടാസ്ക് ആണെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഓക്കെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുക. അതാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് തന്നെ ലിറിക്സ് എഴുതാം, എനിക്ക് തന്നെ അത് കമ്പോസ് ചെയ്യാം, എനിക്ക് തന്നെ അത് പാടാം, എനിക്ക് തന്നെ മിക്സ് ചെയ്താൽ ഒരു ഔട്ട് എനിക്ക് തന്നെ ലിറിക്കൽ വീഡിയോ ചെയ്ത് ഒരാൾ കൊണ്ട് 1 man ഷോ എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ കണക്ക് അഭിലാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഓക്കെ ഇതിനകത്ത് ലിറിക്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കറക്റ്റ് ചെയ്യേണ്ടി വരും എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവന് കൊടുത്തടാ നീ നെക്സ്റ്റ് ടൈം നീ ഫുൾ ത്രൂ ഔട്ട് എഴുതി നോക്ക്, ഇങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം എന്ന് പറഞ്ഞാണ് അഭിലാഷ് ഇതിനകത്തോട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ജേർണി പോയി.
ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക? അതായത് ലിറിക്സ് കഴിഞ്ഞിട്ടാണോ ട്യൂണ്? നമ്മള് കൺവെൻഷണൽ വേയിലാണ്, കൺവെൻഷണൽ പരിപാടി. അതായത് മോസ്റ്റ്ലി പണ്ടത്തെ ഞാൻ കേട്ട് പരിചയമുള്ളത് എല്ലാവരും പറയുക, ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ലിറിക്സ് എഴുതിയതിന് ശേഷമാണ് മ്യൂസിക് ചെയ്യുക എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് മ്യൂസിക് ഇട്ടതിന് ശേഷമാണ്. ഇപ്പം എല്ലാവരും ഇപ്പോഴും ഈ ഒരു ജനറേഷൻ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ എളുപ്പം ആയിട്ടുള്ള പണിയാണ്. കാരണം എന്താണോ മൂഡ് അത് ട്യൂണിൽ അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവർ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ അത് കറക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഈ ലിറിസിസ്റ്റിന് അതിൽ കുറച്ച് കൺസ്ട്രെയിൻ ആയിരിക്കും. കാരണം അത് മീറ്ററിൽ എഴുതണം, അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂറേഷനിൽ ഒപ്പിക്കണം, ഈ റൈമിങ്സ് ഒപ്പിക്കണം എന്നൊക്കെ ഉള്ളത് റൈറ്ററിൻ്റെ സൈഡിൽ കുറച്ച് കൺസേൺ ഉണ്ടാവും. പക്ഷെ അതാണ് എനിക്ക് കുറച്ച്, അല്ലെങ്കിൽ പൊതുവെ അതാണ് എളുപ്പ മെത്തേഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ട്യൂൺ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ കോൺസെപ്റ്റും കാര്യങ്ങളും ഷെയർ ചെയ്യോ? അതായത് എനിക്ക് ഇന്ന ലവ് ആണെങ്കിൽ അതായത് ആക്ച്വലി ഞാൻ ഈ ട്യൂൺ ഇടണം അല്ലെങ്കിൽ കമ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല ഞാൻ ഒരിക്കലും ഇതുവരെ ചെയ്തിട്ടുള്ളത്. റാൻഡമായിട്ട് എനിക്ക് ട്യൂൺ വരുന്നത് അത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ അത് കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നുമ്പോൾ ഞാൻ ഇവൻ അയച്ചു കൊടുക്കട്ടെ, അത് എങ്ങനെ ഉണ്ട്, കൊള്ളാമോ എന്ന് ഇവനോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുമ്പം ഇവന് കൊള്ളാമെങ്കിൽ കൊള്ളാം എന്ന് പറയും, അല്ലെങ്കിൽ ഇത് മാറ്റണം എന്നുള്ള റിവ്യൂ പറയും. അപ്പം ഈ ട്യൂണൊക്കെ എനിക്ക് ഇടുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ജിബ്രീഷിലോ എന്തെങ്കിലും ലാംഗ്വേജിൽ അർത്ഥമൊന്നും കാണത്തില്ല, എന്തെങ്കിലും റാൻഡം വേർഡ്സ് വെച്ചായിരിക്കും അത് പറയുന്നത്. അപ്പം അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ആണ് ഇതൊരു ലവ് ട്രാക്ക് ആണോ, മോട്ടിവേഷൻ ട്രാക്ക് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോണറാണോ, ഇമോഷണൽ ആണോ എന്ന് നമുക്ക് തന്നെ ഒരു ഫീൽ വരുമല്ലോ. ഇത് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് വരുമല്ലോ. അത് ഞാൻ ഇവൻ്റെ അടുത്ത് പറയാടാ ഇത് ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവൻ്റെ അടുത്ത് ഞാൻ റാൻഡമായിട്ട് പറയാടാ നിനക്ക് എന്തുവാണോ കണ്ടന്റ് ഇതിനകത്ത് എഴുതാൻ താല്പര്യപ്പെടുന്നത് അതങ്ങ് എഴുതിക്കുമെന്ന് പറഞ്ഞു. ബാക്കി ഫുൾ എന്ത് വേണം എഴുതിയാൽ പക്ഷെ മീറ്ററിൽ വരണം, മീറ്ററിൽ വരണം. വാക്കുകൾ നമ്മൾ യോജിപ്പിച്ച് ഒരു വരിയാക്കുമ്പോ അതിലൊരു മീനിങ് കണ്ടെത്തുന്നത് ഒരു റൈറ്ററിന്റെ ഭാഗമാണല്ലോ. അത് ആദർശം സംബന്ധിച്ചിടത്തോളം മീനിങ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ലൈൻസ് വന്ന് പാക്ക് ചെയ്താൽ മതി, കറക്റ്റ് മീറ്ററിലെല്ലാം വരണം. അത് അർത്ഥമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സംഭവം ആദ്യം കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ആൾക്കാർ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നാളെ നമ്മൾ ഇവൻ എന്തോ എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിക്കരുത്. ചോദിക്കുമായിരിക്കും, പക്ഷെ അങ്ങനെ ചോദിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ഇതാണ് ചെയ്യുന്നത്. പക്ഷെ ഇവൻ അത് നോക്കത്തില്ല, ഇവന് അർത്ഥം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, മീറ്ററിൽ കറക്റ്റ് ആയിട്ട് വേണം. പക്ഷെ എനിക്ക് കറക്റ്റ് അർത്ഥം വരെയും വേണം. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ഒരാഴ്ചയിൽ തീർത്ത ട്രാക്കുകളുണ്ട്, ഒരു ദിവസത്തിൽ തീർത്ത ട്രാക്കുണ്ട്. അങ്ങനെ ഒരു വരി ഇപ്പൊ ചോദിച്ച പോലെ ഒരു വരി കണക്ട് ചെയ്യുക എന്നുള്ളത് എഴുതുമ്പോ ഒറ്റയ്ക്ക് ഇരുന്നാണ് എഴുതുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടാണ്? അല്ല, ട്യൂഷൻ പഠിപ്പിക്കാൻ ആൾക്കാർ ഇരിക്കുന്ന പോലെ കുറച്ച് എനിക്ക് കുറച്ചേരം എഴുതണം. 1 2 അതായത് ഞാൻ പറയാം എഴുതടാ, എന്നാണ് ആ ഫോണിൽ എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കുക, എടാ എഴുതടാ എപ്പോഴും പറയുന്നത്. എനിക്ക് ഫുൾ ടൈം കിട്ടുന്ന എഴുതാൻ ഇങ്ങനെ പറ്റത്തില്ല. കുറച്ചു നേരം നമ്മള് സോണ്ട് ഔട്ട് ആയി പോകും, എന്തെങ്കിലും നോക്കിയിരിക്കും, റീൽസ് ഇങ്ങനെ തോണ്ടും, പിന്നെ മോട്ടിവേഷൻ വരും, പിന്നെ സ്റ്റക്കൊക്കെ ആകുമ്പോൾ ചുമ്മാ പുറത്ത് ഇറങ്ങിപ്പോയിട്ട് പിന്നെ കറങ്ങി തിരിച്ച് വീണ്ടും ലിറിക്സ് ആയിട്ട് വരും. വരുന്ന വഴിക്കൊക്കെ ഇരുന്നങ്ങ് എഴുതും. എന്താണ് തമിഴിലേക്ക് ഒരു ചായ്വ്? പ്രത്യേകിച്ച് ചായ്വൊന്നുമില്ല. നമ്മള് പണ്ട് തൊട്ടേ കേട്ട് സംഭവം. എന്നെ ആദ്യമായിട്ട് സിനിമയിലോട്ട് എന്നെ മുമ്പ് ഒരു ചേട്ടന്മാരുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് മുമ്പ്. ഇവരെന്നെ ആദ്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സിനിമ വിജയുടെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട്, അത് കാവലനാണെന്ന് തോന്നുന്നു. അന്ന് കാവലൻ്റെ മറ്റേ ജേഴ്സിയൊക്കെ ഉണ്ട്, വിജയുടെ പടമൊക്കെ ഒട്ടിച്ച്. അങ്ങനെയാണ് ഞാൻ സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. എനിക്കപ്പോൾ അന്നോട്ട് വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. വിജയുടെ സിനിമകളെല്ലാം തിരക്കി പിടിച്ച് കാണുക, മറ്റേ ബുക്കിലുള്ള കീറി ഒട്ടിക്കുക, അങ്ങനെയാണ് സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. പിന്നെ ഫുൾ തമിഴ് പടങ്ങൾ കണ്ടു. പിന്നെ കമൽഹാസൻ, ഞാൻ ഭയങ്കര വിജയൻ കമൽഹാസൻ ഫാൻ. അങ്ങനെ പിന്നെ ഇളയരാജേനെ പിന്നെ നേരിട്ട് മീറ്റ് ചെയ്യല്ല, നമ്മുടെ ലൈഫിൽ പുള്ളിയായിട്ടുള്ളൊരു സോങ്സിന്റെ ആ ഒരു ഇത് നടക്കുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് മെയിൻലി തമിഴ് ട്രാക്സ് ആണ് ഞങ്ങളെ കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഈ പറഞ്ഞ നമുക്ക് കണക്ട് ആക്കിയിട്ടുള്ള തമിഴ് സിനിമ, തമിഴ് പാട്ട്. മലയാളം ഇല്ലെന്നല്ല, എന്നാലും മലയാളം ഒരു പൊടിക്ക് മലയാളത്തിൽ കൂടുതൽ അത് ഉറപ്പായിട്ടും പറയാം. ഒരു പൊടിക്ക് നമ്മളെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് ഇൻസ്പിറേഷനും മോട്ടിവേഷനും എല്ലാം തന്നത് ഒരു തമിഴ് എപ്പോഴും കണക്ട് ആവുന്നത് കൂടുതൽ. മാത്രമല്ല തമിഴ് ഓഡിയൻസിന് മലയാളം പാട്ടുകൾ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമുക്ക് മലയാളം ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ സോങ്സും അവർ അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് ഇങ്ങനെ ലാംഗ്വേജ് കൺസ്ട്രെയിൻ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മളൊരു ബിസിനസ് രീതിയിൽ അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇറക്കി കഴിഞ്ഞാൽ മലയാളികളും കാണും, തമിഴ്നാട്ടിലുള്ളവരും കാണും. അങ്ങനെ ഒരു ഗ്ലോബൽ രീതിയിൽ അതൊരു എപ്പോഴും ഒരു തമിഴിനാണ് ഒരു മുൻഗണന. ഈ നെഞ്ചിലെഴുത്ത് എഴുതുമ്പോൾ അതറിയാം, പ്രണയം ആണ് അതിലെ മെയിൻ ടോപ്പിക്. ആരെങ്കിലും മനസ്സിൽ വെച്ചാണോ? അന്ന് ആരും മനസ്സിലൊന്നുമില്ല, ഇപ്പോഴും കാണും.
കാണും. അതെ. അപ്പം ഞാൻ പറയട്ടെ, ഈ നിങ്ങളിപ്പം നെഞ്ചിനെഴുത്തുന്നൊക്കെ എഴുതുന്ന സമയത്താണെങ്കിൽ അത് കമ്പോസ് ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യല്ലോ. അപ്പോൾ ആ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള എന്തെങ്കിലും? ഓക്കെ, അതൊരു മ്യൂസിക്കിൻ്റെ സൈഡിലാണെങ്കിൽ ഞാൻ പറയാം. അതായത് ഇത് ഞാൻ പറയുന്ന കാര്യം എത്ര പേർക്ക് കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഓഡിയൻസിൽ ജനറൽ ഓഡിയൻസിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതായത് നെഞ്ചിനെഴുത്തിൻ്റെ വോക്കൽ പോയേക്കുന്നത് സിംഗിൾ വോക്കലല്ല, ലേയേർഡ് വോക്കൽ. അതായത് മൾട്ടിപ്പിൾ ടേക്സ് ഉണ്ട്. ഒരു പാട്ട്, ഒരു ട്യൂൺ തന്നെ പല രീതിയിൽ പാടും. അതിനാണ് ഹാർമണി എന്ന് പറയുന്നത്. അപ്പോൾ പാട്ടിൻ്റെ മെയിൻ പോർഷനും വേഴ്സും ഒക്കെ പോയിരിക്കുന്നത് ഹാർമണി വെച്ചാണ്. അതായത് ഹാർമണി എന്ന് പറഞ്ഞൊരു മ്യൂസിക് തിയറി അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര റിച്ച് ആയിട്ടിരിക്കുന്നത്. നമുക്കത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോലും ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. കാരണം അത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണ് അതിൻ്റെ വോക്കൽ ഉപയോഗിക്കുന്നത്. അത് കരോക്കെ യൂസ് ചെയ്താൽ പോലും ഇതിൻ്റെ ബാക്കിംഗ് ആയിട്ട് നമ്മൾ വോക്കൽ പ്ലേ ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു സാധനം പഠിക്കാൻ കുറച്ച് ടൈം എടുത്തു. കാരണം ഹാർമണി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ, കാരണം ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് അത് മിക്സ് ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് ഞാൻ ടൈം എടുത്ത് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഹാർമണി ക്രിയേറ്റ് ചെയ്യുക, കാരണം ഇതെങ്ങനെ മിക്സ് ചെയ്യേണ്ടത്. ഇത്രയും ക്രൗഡഡ് വോക്കൽസ് വരുമ്പോൾ അത് ആൾക്കാർക്ക് കേൾക്കുമ്പം അത് കറക്റ്റ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് കണക്റ്റ് ആവണം. വേറെ രീതിയിൽ പല ഓഡിയോ കേൾക്കരുത്. അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് കേൾക്കണം, കറക്റ്റായിട്ട് അത് ഇരിക്കണം വോക്കൽ. ഞാൻ ഇത് ഇൻ ദ സെൻസ് ഓഫ് മിക്സിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു സോങ് മിക്സിങ്ങിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അതൊരു പുതിയ ഒരു ലേണിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെടാ നിനക്കെന്താണ് അതിനെക്കുറിച്ച് നെഞ്ചിനെഴുത്തിൽ എന്താണെന്ന്? ലിറിക്സ് എഴുതുന്ന ഒരാൾക്ക് എന്തായാലും അതിന്റെ കുറെ ആ നെഞ്ചിനെഴുത്തി നീ എന്താ ലേൺ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചെയ്ത ഒരു സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉറപ്പായ ഒരു ടൈം വരും. അതായത് നെഞ്ചിനെഴുത്തി ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ഒരു ട്രാക്ക് ചെയ്തെന്നുള്ളത് മറന്നുപോയി, സീരിയസ്ലി മറന്നുപോയി. നമ്മൾ അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ട്രാക്കിന്റെ കാര്യം ഞങ്ങൾ മറന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽ, അത് ബന്ധമില്ലാത്ത റീലൊക്കെ, ഒരു ബസ് വരുന്നതിന് ഈ പാട്ട്, ഒരു ജീപ്പ് പോകുന്നതിന് ഈ പാട്ട്, ആശിറൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ എടുത്തിട്ട് ലവ് സോങ് ആണ്. പക്ഷെ ലവ് സോങ്ങിൽ ഈ ജീപ്പ് വരുന്നതും ഒരു ബന്ധമില്ലാത്ത സാധനം. പക്ഷെ അത് ട്രാക്കിന് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതൊരു ലവ് സോങ്ങിന് പകരം ഉള്ളൊരു വിഷ്വലാണ് അത് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് വരികള് കണ്ണടച്ച് കേൾക്കുമ്പോ നമുക്ക് കിട്ടുന്ന വിഷ്വല് വേറെ തന്നെയാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ ട്രാക്ക് ഇതാവുന്നത്. പിന്നെ പെട്ടെന്നൊരു 70 ലക്ഷം വ്യൂസിന് അടുത്തോട്ട് ആവുമ്പോഴാണ് സോണി നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. 70 ലക്ഷം വ്യൂ, 150K റീല്, അങ്ങനെ കുറെ ഇതാകുമ്പോഴത്തേക്കാണ് സോണി നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ പാട്ട് സോണിയുടെ ലെവലിലോട്ട് പോകുന്നത്. ഈ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ഡയറക്ടറായിട്ട് നിങ്ങളുടെ കോൺസെപ്റ്റ് ഷെയർ ചെയ്യുന്നു? നമ്മുടെ മ്യൂസിക്കിന്റെ ഓൾറെഡി നമുക്കൊരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ ഷെയർ ചെയ്യും. നമ്മുടെ ഐഡിയ എന്താണ് പെർസ്പെക്റ്റീവ് എന്ന് ഷെയർ ചെയ്യും. പിന്നെ അവിടെ മെയിൻ ഡിസിഷൻ എടുക്കുന്ന അവിടെ ഡയറക്ടറാണ്, ആ വീഡിയോയുടെ ഡയറക്ടറാണ്. പുള്ളി അത് എന്താണ് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ടാണ്, റിസോഴ്സ് വെച്ചാണ് പുള്ളി അവരെടുക്കുന്നത്. ഞങ്ങളവിടെ സെറ്റിൽ ചെന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. കാരണം ആ ടൈമിൽ എനിക്ക് എക്സാം ആയിരുന്നു, ഇവൻ വേറെ കുറച്ച് പരിപാടിയായിരുന്നു, പോവാനേ പറ്റിയില്ല. സെക്കൻഡ് ട്രാക്ക് രതിയില് സെക്കൻഡ് ഹീറോ ആയിട്ട് രതിയില് ഞാൻ സെക്കൻഡ് ഹീറോ ആയിട്ട് 2 സെക്കൻഡ് അതിനകത്തുണ്ട്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, അതിനകത്ത് ത്രൂ ഔട്ട് നമുക്ക് അഭിനയിക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പം മെയിൻ ഒരു ഹീറോ ഉണ്ട്, ചുമ്മാ ഒരു തല കാണിക്കുന്ന രീതിയിൽ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന കണക്ക് നമുക്ക് നമ്മുടെ ഐഡിയ എന്താണ് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ, നമുക്ക് എന്താണെന്നുള്ളത്. അത് എപ്പോഴും ഡയറക്ടേഴ്സ് കോൾ ആയിരിക്കും അവിടെ വരുന്നത്. ഇപ്പം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് പിന്നിലൊരു സ്ട്രഗിൾ ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞല്ലോ യൂട്യൂബ് നോക്കിയാണ് ഞാൻ പഠിച്ചത്. യൂട്യൂബ് നോക്കി പഠിക്കുന്നത് ചെറിയ കാര്യമില്ല. അത് ഏതൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു സ്ട്രഗിളിംഗ് ആണ്, ഒരു മെനക്കേട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ഏതൊക്കെയാണ്? ആക്ച്വലി സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്കതൊരു സ്ട്രഗിളായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ റാൻഡം വീഡിയോസ് കാണുന്നു, അത് പഠിക്കുന്നു, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് അത് സ്ട്രഗിൾസ് അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രഗിൾസ് നമുക്ക് പേഴ്സണലി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്, ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, പേഴ്സണലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഇതേപോലെ നിന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ വെറുതെ സമയം കളയാന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ സ്ട്രഗിളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ഫയർ വരും. നമുക്ക് ഇന്ന് 2 ട്രാക്ക് ചെയ്യണം, ഇന്ന് തന്നെ 3 ട്രാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫയർ വരും. ചില സമയത്ത് മൊത്തത്തിൽ അങ്ങ് പോകും. ഒരിടയ്ക്കൊക്കെ വന്നിട്ട് എടാ നീ നിർത്തുക, ഇനി പറ്റത്തില്ല,
ഞാൻ ഈ വേറെ പരിപാടി ഒന്നുമല്ല, ഇപ്പൊ ഈ സ്ട്രഗിളിൽ എന്നെ സംബന്ധിച്ചുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അക്കാഡമിക്സും കൊണ്ടുപോകണം, എൻ്റെ പാഷനും കൊണ്ടുപോകണം. ഇത് ഞാനിത് എവിടെ കൊണ്ട് മുട്ടിക്കും. നമുക്കാണെങ്കിൽ ഇത് പ്രായം കൂടി വരുന്നുണ്ടെന്നുള്ളൊരു തോട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ട്. 23 വയസ്സായി. അതല്ലേ, പ്രായം കൂടി വരുന്നുണ്ട് മനസ്സിലുണ്ട്. നമ്മൾ എന്ത് ജോലി ചെയ്യും, നമ്മൾ എന്ത് പ്രൊഫഷൻ എടുക്കും, ബാക്കിയുള്ളവരൊക്കെ വേറെ പ്രൊഫഷൻ അവർക്ക് ഓൾറെഡി പഠിക്കുന്നത്. വീട്ടിൽ നിന്നും അത്യാവശ്യം പ്രഷറുണ്ട്. അതായത് ഒരു പ്രഷറും ഇല്ല, ഒരു ജോലി വേണം എന്നുള്ളൊരു പ്രഷറുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിത്തീരും എന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു പ്രഷർ എപ്പോഴും ഉണ്ടാവും. പിന്നെ വീട്ടിലാണെങ്കിൽ പോലും രാത്രിയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് വഴക്ക് പറയാറുണ്ട്, എല്ലാ വീട്ടിലെയും പോലെ. കാരണം രാത്രി ആണ് നമുക്കിത് ഓണാവുന്നത്. ഒരു മ്യൂസിക് ഒക്കെ ചെയ്യാനാണെങ്കിൽ കമ്പ്യൂട്ടർ രാത്രി ടൈമിലാണ് കൂടുതൽ ഇരിക്കുക. അപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ ഇരിക്കാം. ഒരുമിച്ച് അങ്ങ് ഇരിക്കും. അപ്പം ഇരിക്കുമ്പോൾ വീട്ടിലും അതൊക്കെ ഒരു പ്രശ്നമാണ്. ഈ ഉറക്കം കളഞ്ഞിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത് കണക്ക് കോളേജിൽ പോകേണ്ട അവസ്ഥ വരും. പ്രോജക്റ്റ്, അസൈൻമെന്റ്, എക്സാം, അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതൊരു സ്ട്രഗിളാണ്. അത് പിന്നെ ഈ പറഞ്ഞ കണക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. അത് സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ പോലും നമുക്ക് പറയാൻ തോന്നുന്നില്ല. മാത്രമല്ല പിന്നീട് ഇപ്പൊ ചെറിയ റിസൾട്ട്സ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാര് നമ്മളെ ഭയങ്കര വലിയ ഇതായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ, എക്സ്ട്രാ മോട്ടിവേഷനാ. ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു സോങ് നമുക്കൊരു റീച്ച് ഒന്നും ഉണ്ടായിട്ടെങ്കിൽ ചിലപ്പം പറയാൻ പറ്റത്തില്ല. 2-3 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്തിയേനെ. ഇത് നിർത്തിയേനെ, നമുക്ക് പറ്റിയ പണിയല്ലാന്ന് തോന്നിപ്പോയേനെ. പക്ഷെ എന്തോ കറങ്ങിത്തിരിഞ്ഞ് ഇത് കുറച്ച് പൊങ്ങി വന്നപ്പോൾ വീണ്ടും നമുക്കൊരു മോട്ടിവേഷൻ, ഓക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു പണിയാണെന്നൊരു തോന്നൽ വന്നു തുടങ്ങി. അത് ചുരുക്കം പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളൊരു ഉറപ്പേ ഉള്ളൂ. നമ്മൾ നിർത്താതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും അത് കറങ്ങിത്തിരിഞ്ഞ് അത് നമ്മുടെ വരും. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു 2 മാസം മുന്നേ വരെ 2 ദിവസമല്ല 3 ദിവസം മുമ്പേ ഞാൻ നിർത്തുവാടാ, ഞാൻ പഠിക്കാൻ പോവാ. ഒരു മാസം മുമ്പേ വരെ ദിവസം വിട്ട് പറയും, എടാ ഞാൻ അതൊക്കെ നിർത്തുവാ, ഞാൻ പഠിക്കാൻ പോവാ, ഇനി ലൈഫ് നോക്കണം. ഞാൻ പറയടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യും, നീ പഠിച്ചോണ്ടിരിക്കുവല്ലേ, പഠിക്കണ്ടെന്ന് പറയുന്നില്ല, നീ വെയിറ്റ് ചെയ്യും, പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മോട്ടിവേഷനിൽ ഫയർ ആവണം. ഓക്കെ, പിറ്റേ ദിവസം ഞാൻ 2-ാം തീയതി നിനക്ക് ഞാൻ ട്രാക്ക് തരും, നീ അത് എഴുതിക്കണം, നീ എവിടെ ആണെങ്കിലും എഴുതിക്കണം എന്ന് പറയും. 2-ാം തീയതി ഇവൻ നോക്കിയിരിക്കും വല്ലതും വരുന്നുണ്ട്, എവിടെ അവരെനൊക്കെ 2-ാം തീയതി രാത്രി ഇടാ പറ്റത്തില്ലടാ, ഇത് നമ്മൾ നിർത്തണം, ഇതിനു വേണ്ടി. എന്റെ വീട്ടിൽ എനിക്ക് പ്രഷറില്ല, നീ ഇഷ്ടമുള്ള ചെയ്, നമുക്ക് എന്താ വെച്ചാൽ നോക്കാന്ന്. പക്ഷെ നമുക്കൊരു എന്താ പറയാ, ഒരു സ്വന്തമായിട്ടൊരു ബോധം ഉണ്ടല്ലോ. ആ ഒരു പ്രഷർ ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്നതായിട്ടേ ഉള്ളൂ, അല്ല വേറെ പ്രഷറൊന്നുമില്ല. പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ വെളിയിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസിനും സിനിമയ്ക്കും ഇങ്ങനെ ഡബ്ഡ് സിനിമയ്ക്കും ഒരുപാട് എഴുതുന്നുണ്ട്. പക്ഷെ ഇവനുമായിട്ട് എഴുതുമ്പോൾ വരുന്ന ആ ഒരു സാധനം വെളിയിൽ അങ്ങനെ കിട്ടത്തില്ല. അപ്പം അല്ലെങ്കിൽ നിർത്തുക എന്ന് പറയുമ്പം നമുക്കൊരു ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ 2 വർഷം ശേഷമാണ് നിങ്ങളുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഫെമിലിയർ ആയി വരുന്നത്. ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രൗഡ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും മൊമെന്റിൽ? ഇപ്പൊ ഏതെങ്കിലും ആൾക്കാരുടെ വാക്കുകൾ അങ്ങനെ എന്തെങ്കിലും? ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് കൊല്ലം കളക്ടറിൻ്റെ കൂടെ 2 പ്രാവശ്യം എനിക്ക് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് നാഷണൽ വോട്ടേഴ്സ് ഡേക്ക് എന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഒരു പ്രോഗ്രാമിൽ സ്കൂളിൽ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് അവിടെയും ചീഫ് ഗസ്റ്റായിട്ട് എന്നെയും കളക്ടർ സാറിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിൻ്റെ അടുത്തൊക്കെ ഒത്തിരി സംസാരിച്ചു. അത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റി. പിന്നെ ഒത്തിരി മൂവി ഇൻഡസ്ട്രിയിൽ മെയിൻ സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റും അങ്ങനെ ഒത്തിരി പേര് മെസ്സേജ് അയക്കാറും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഭയങ്കര ഹംബിളായിട്ടൊക്കെ പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു കൺസേർട്ടിന് പോയപ്പോൾ ഞങ്ങൾ പാടിയെല്ലാം ഇറങ്ങി, ഞങ്ങൾ തുളക്കായിട്ട് നടന്നു പോവുക. ബാക്കിൽ നിന്നൊരു പെങ്കൊച്ച് ഓടി വരുന്നു, നിക്കണേന്ന് പറഞ്ഞുകൊണ്ട്. ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വന്നയാ, ID കാർഡ് ഊരി തന്ന അതിന്റെ ബാക്കി ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ട്. അതാണ് ഇഷ്ടമുള്ള മൊമെന്റ്. അവൻ പറയുമ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉണ്ടോ. ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലെയൊക്കെ ആവണമെന്നും എടുക്കണമെന്നൊക്കെ. അപ്പം ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് പോയി ഓക്കേടാ ഇതിങ്ങനെ ആയി, അപ്പം ഈ ഒരു ചെറിയൊരു റിസൾട്ട് കിട്ടി, ഒരു സന്തോഷമായി, നമുക്ക് ഇനിയും ചെയ്യണം ട്രാക്സ് എന്നൊക്കെ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വേഴ്സ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്ത് എന്താ പറയാ പരാജയപ്പെട്ടു എന്നുള്ള ഒരു മൊമെന്റിലൊക്കെ എത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചെയ്തു വെച്ച ട്രാക്ക് ഒക്കെ സിസ്റ്റം നമുക്ക് ഈ C ഡ്രൈവ് അടിച്ചു പോകുന്നൊരു ഏർപ്പാടുണ്ട്. ഈ C ഡ്രൈവ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പ്രോജക്ട് ഫയൽ ഉൾപ്പെടെ അടിച്ചു പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്തു വെച്ച സാധനം എല്ലാം അടിച്ചു പോകും. നമ്മൾ വൺസ് ക്രിയേറ്റ് ചെയ്ത സാധനം നമുക്ക് അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒന്നെങ്കിൽ അത് മോശമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ചേക്കാൾ അടിപൊളിയാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു വെച്ച സാധനം അടിച്ചു പോകുമ്പോൾ നമുക്ക് ആകെ ഡൗൺ ആവും. ചേട്ടാ ഇത് ആദ്യം തൊട്ട് കെട്ടണമല്ലോ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിഞ്ഞ് വന്നിട്ട് അടിയിൽ നിന്ന് ഒരു തട്ട് കെട്ടി ഇതെല്ലാം തറയിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം തൊട്ട് പണിയണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നിർത്താം, അല്ലെങ്കിൽ ഇത് വേണ്ട പുതിയത് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുമല്ലോ.
അങ്ങനത്തെ കുറച്ച് ടെക്നിക്കലായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ വേസ്റ്റ് അങ്ങനെ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. റാപ്പ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്, നമ്മൾ ഫുൾ ഒരു കഥ പറയുക, ഭയങ്കര ഒരു അഗ്രഷൻ, അങ്ങനെയൊക്കെയാണ് റാപ്പ് കൾച്ചറിനെ നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ അല്ല, പക്ഷെ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കണ്ടുവരുന്ന വയലൻസ് പറയുന്ന സോങ്ങുകൾ മാത്രമേ ഹിറ്റ് ആവുന്നു. അല്ലെങ്കിൽ റാപ്പ് കമ്പോസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? അതായത് പൂർമുഖം കമ്പോസ് ചെയ്തതാണ്. റാപ്പിന്റെ എന്താ പറയാ, ഒരു സാധാരണ ഒരു രീതിയുണ്ട് റാപ്പ് മ്യൂസിക് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ബീറ്റ് പ്രൊഡ്യൂസർ കാണും, പുള്ളി ബീറ്റ് ഉണ്ടാക്കും, റാപ്പർ വന്ന ആ ബീറ്റിൽ പുള്ളിയുടെ സ്വന്തം ലിറിക്സിന് പാടുക. ഇതാണ് ഒരു റാപ്പ് സോങ്ങിന് കൺവെൻഷനൽ രീതി. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓൾറെഡി ഒരു കരോക്കെ കാണും, ഒരു ഇൻസ്ട്രുമെന്റൽ വെർഷൻ കാണും, അതൊരു ബീറ്റ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ഉണ്ടാക്കി എടുക്കുന്നത്. അതിന്റെ പുറത്താണ് ഈ റാപ്പർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ലിറിക്സ് എഴുതി അതിന് ട്യൂൺ ഇടുന്നത് ഈ റാപ്പറാണ്. പക്ഷെ മ്യൂസിക് കമ്പോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് പുള്ളിയായിരിക്കും, അതായത് ഇൻസ്ട്രുമെന്റേഷൻ ചെയ്യുന്നത് പുള്ളിയായിരിക്കും, പിന്നെ കമ്പോസ് ചെയ്യുന്നത് പുള്ളിയായിരിക്കും. സിംഗറിനെ മാത്രം നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സിംഗറിന് ലിറിക്സ് പറഞ്ഞു അങ്ങനെ കമ്പോസ് ചെയ്തേക്കുന്നത്, കമ്പോസ് ചെയ്തതും ഇതല്ല സംഭവം. റാപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക, സൗണ്ട് ബോക്സ് ഒക്കെ ഓണാക്കിയിട്ട് ശ്രുതി എയർ ഷാർപ്പ് ഇട്ട് ആ സൗണ്ട് നമുക്ക് കേൾക്കാം. മറ്റേ നമ്മള് പണ്ട് ആദ്യത്തെ കച്ചേരിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കേൾക്കത്തില്ല, ആ സൗണ്ട് ബാക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കും. അതിന് നമ്മൾ റാപ്പിൽ ലിറിക്കൊക്കെ എഴുതണം. SD ഒരു സൈഡിൽ നിന്ന് എഴുതും, ഞാൻ ഒരു സൈഡിൽ നിന്ന് എഴുതും, അതിന് ട്യൂൺ പറഞ്ഞു തരും, അതിനനുസരിച്ച് എഴുതും. റാപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഫുൾ കൺവെൻഷനൽ അല്ലാതെ ഒരു ഇപ്പോൾ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അത് അതിന്റെ വർക്ക് അതിനകത്ത് കാണാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവന്റെ റാപ്പ് ഉൾപ്പെടെയുള്ള റാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കത്തില്ല. ഇങ്ങനെ സൗണ്ട് ബോക്സ് വെച്ച് മറ്റേ ഗിറ്റാർ ഇട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പരിപാടികൾ. ഈ റാപ്പ് സോങ് ആണെങ്കിലും ഏത് മ്യൂസിക് ആണെങ്കിലും ആൽബംസ് ആയിക്കോട്ടെ, ഈ പാടുന്നവരെ മാത്രം അല്ല അഭിനയിക്കുന്നവർ മാത്രമാണ് കുറച്ച് ഫെയിമായി പോകുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പോസേഴ്സിനെ ആണെങ്കിലും അത് എഴുതിയവരാണെങ്കിലും പുറത്ത് അറിയപ്പെടാൻ പറ്റുന്നില്ല. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അവരുടെ തന്നെ ചോദിക്കുന്ന മോശമല്ലേ? ഞങ്ങളുടെ തന്നെ ചോദിക്കുന്നത്. ജനറൽ ഓഡിയൻസ് ഒരു പാട്ടിനെ കാണുന്ന ആ പാട്ടിന്റെ ഫേസ് എന്ന് പറഞ്ഞ സിംഗറാണ്. സിംഗറാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഫസ്റ്റ് അവരുടെ ഫേസ് ആയിട്ട് കാണുന്നത്. അതിന് ശേഷമേ ഉള്ളൂ ഇത് ആരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ആരാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്, അത് രണ്ടാമത്തെ തോട്ടേ ഉള്ളൂ. അത് മ്യൂസിക് കൂടുതൽ കേൾക്കുന്നവർ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ. ജനറലായിട്ട് നോക്കുന്നവർ സിംഗർ ആരാണ്, ഒരു പാട്ടിന്റെ ഫേസ്, അർജിത് സിംഗിന്റെ പാട്ട് ഉറപ്പായിട്ടും അതൊരു ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന ഇപ്പൊ ഈ സൗണ്ട് മിക്സ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർ, റെക്കോർഡിസ്റ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഈ ലൈവ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റേഷൻ വായിക്കുന്ന അവരുടെ ആർട്ടിസ്റ്റ്, അതായത് ഇപ്പം കീബോർഡ് പ്ലേയേഴ്സ്, ഗിറ്റാർ പ്ലേയേഴ്സ്, ബേസ് പ്ലേയേഴ്സ്, ഇവരെയൊന്നും ആരും അറിയാതെ പോകുന്നുണ്ട്. ഒരു വലിയൊരു സിനിമയിൽ 10, 20, 30 ആർട്ടിസ്റ്റാണ് ഇതിന്റെ പിന്നിൽ വർക്കിന്റെ ക്രെഡിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതിനൊരു വിഷമമുണ്ട്. നമുക്ക് പേയ്മെന്റോ അല്ല, അതിനുപരി നമുക്ക് ആഗ്രഹം, നമുക്കൊരു ക്രെഡിറ്റ് ആണല്ലോ. എൻ്റെ ഒരു ആർട്ട് വർക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. പുറത്തിറങ്ങുമ്പോൾ ഈ പുള്ളിയാണ് ഇതിന് ബേസ് ഗിറ്റാർ വായിച്ചിരിക്കുന്നത് നമുക്ക് അതൊരു റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. അത് കിട്ടാതെ പോകുമ്പോൾ ഉറപ്പായിട്ട് ഒരു ചെറിയ വിഷമം ഉണ്ടാവാറുണ്ട്. നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് പോകും. അപ്പം നിങ്ങളാണത് എഴുതിയത്, നിങ്ങളാണത് മ്യൂസിക് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ വായിൽ തന്നെ ആ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? രണ്ടാളും കൂടി ചേർന്നിട്ട്. ഞാൻ എഴുതത്തില്ല, എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് എഴുതാനേ അറിയൂ, വായിക്കാൻ അറിഞ്ഞൂടാ. എഴുതിയത് വായിക്കാൻ ഏത് പാട്ടാ വേണ്ടത്? പോർമുഖോ രതിയോ ഏതെങ്കിലും കൂടി. രണ്ടാളും കൂടി ഒന്നുമില്ല, ഞാൻ പടത്തില്ലെന്ന്. ആ സൂപ്പറായിട്ട് പാടും, കില്ലുണ്ട് ഉള്ള ഫാൻസിനെ കളയല്. എന്റെ സൗണ്ട് കൊള്ളത്തില്ല, അങ്ങനെയാണെങ്കിൽ എന്റെ പാട്ട് എനിക്ക് പാടിക്കൂടെ? ആൾക്കാരെ ആ കമ്പോസ് ചെയ്ത ആളുടെ വായുന്നത് കേൾക്കാന്നുള്ളതൊരു ആ പാട്ട് വെറുക്കും. നല്ല പാട്ടല്ലേ? നല്ല പാട്ടല്ലേ? എന്തിനാ വെറുതെ കളയുന്ന? എന്നാലും നോക്കട്ടെ. കാരണം ഇതാണ് ഇത് വെച്ച് പാടില്ലെങ്കിൽ പിച്ച് ഔട്ട് ആയിപ്പോ, അതുകൊണ്ടാ ഇതൊക്കെ പിച്ച് പിടിച്ച്. റാപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ உன்னை கண்ட நேரம் என்னோடிக்கிட்டு ஏ ஹாட்டு என்னை தாண்டி போகையில வீசுதடி காத்து வெக்கத்தைய மறக்கிற நீ எனக்கு கொஞ்சம் காட்டு கையை சச்சு கண்ணடிச்சா நொறுங்கிடுமே சாட்டு அடியேண்டி நான் சிரிக்கிறப்போ முறைக்கிற நீ தாண்டி குளிர் அடிக்கிற தீ மயக்குறடி ராட்டி
நான் சிரிக்கிறப்போ முறைக்கிற நீ தாண்டி குளிரடிக்கிற தீ மயக்கிறடி சமஞ்சு நிக்கிற ரதியே என்ன கடத்தி சுத்துற கிளியே கிறங்கடிக்கிற குயிலே கிட்ட வாடி வாடி தனியே செதறடிக்கிற உயிரே என்ன பதற வைக்கிற குளிரே சினிங்கி நிக்கிற மயிலே கிட்ட വാടി വാടി തനിയെ. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളുടെ സൗണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ പാടണമെന്നാണ് പറയുന്നത്. എന്തായാലും ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ സ്വന്തം വോയിസ് വെച്ചിട്ട് തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഇതാണല്ലോ നമ്മൾ വേറൊരാളിലേക്ക് പോകുന്നതൊക്കെ. അപ്പം നമ്മളിപ്പോഴും നമ്മുടെ സൗണ്ടില് കോൺഫിഡന്റ് ആവാന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഞാനടങ്ങുന്ന പ്രേക്ഷകര് ഏറ്റവും കൂടുതൽ ഉള്ളിലൊതുക്കിയ അല്ല ഉള്ളിൽ ഏറ്റെടുത്ത ഒരു ഹോണ്ട് ചെയ്യുന്ന ലൈനാണ് മൂടൽ നേരം പറഞ്ഞിട്ടുള്ള. ആ ലൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടൂൺ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നിമിഷം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ലൈൻസിലേക്ക് എത്തിപ്പെട്ടെ? ഈ ആദ്യമേ ട്യൂൺ ഇട്ടതിന് ശേഷമാണ് ലിറിക്സ് എഴുതിയത്. ഇത് കോമഡി സിറ്റുവേഷൻ തന്നെ. ഇത് എന്റെ ഫൈനൽ എക്സാമേ എന്റെ കോമഡി സിറ്റുവേഷൻ ആണ്. അതായത് ട്യൂൺ ഇടുന്ന സാഹചര്യം പറഞ്ഞ, അതായത് ഷോർട്ട് ഫിലിം ഇറക്കാൻ 2-3 ആഴ്ചയിൽ ഷോർട്ട് ഫിലിം മറ്റു റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം സോങ് ഇതുവരെയായിട്ട് ആയിട്ടില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഫൈനൽ ഇയർ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ലാബ് എക്സാം നടക്കുന്ന സമയത്ത് പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ ട്യൂൺ സ്ട്രൈക്ക് ആവുന്നത്. ഈ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും വിചാരിക്കും ഓക്കെ ഇന്ന് ഇരുന്ന് നമുക്ക് ഈ ട്യൂൺ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ വരണമെന്നില്ല. റാൻഡമായിട്ട് നമ്മൾ ചിലപ്പോൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ ചുമ്മാ റാൻഡമായിട്ട് വരും. അപ്പം ഞാൻ സൈഡിൽ നിർത്തി റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പം ഫോൺ ബാഗിൽ വെളിയിരിക്കും, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ല. ഞാൻ ലാബ് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്ത്, കാരണം ഇത് ട്യൂൺ മറന്നു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അല്ല, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ പിൻ ചെയ്ത് നമുക്ക് റോൾ നമ്പർ വൈസ് ആയിരിക്കും നമ്മൾ മിസ്സിനെ കൊടുത്ത് ഇറങ്ങാൻ പറ്റൂ. അപ്പം അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഇത് മനസ്സിൽ പോയിരിക്കാൻ വേണ്ടി മനസ്സിൽ പാടിക്കൊണ്ടിരിക്കുക ലൂപ്പായിട്ട്. അവസാനം ഇത് കൊടുത്ത് വെളി വന്ന് ഉടനെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ ആ ശനിയാഴ്ച ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരി കോളേജിലായിരുന്നു, വീട് കൊല്ലത്താണ്. അപ്പോൾ പിന്നെ ആ സാറ്റർഡേ വന്നിട്ട് വേണം എനിക്കിത് റെക്കോർഡ് ചെയ്ത് ഇതിൽ ഫയലാക്കാൻ. എന്നിട്ടാണ് അതിന് ലിറിക്സ് എഴുതിയത്. ലിറിക്സ് എഴുതാനും കുറച്ച് കോമഡി ആയിരുന്നു. ഒരു നമ്മളത് വുമൺ എംപവർമെന്റ് എന്നുള്ള രീതിയിലാണ് എഴുതിയാണ്. ഷോർട്ട് ഫിലിം അങ്ങനത്തെ. പക്ഷെ റീലൊക്കെ ഒന്ന് തുടങ്ങിയപ്പോൾ മോട്ടിവേഷൻ, എല്ലാവർക്കും മോട്ടിവേഷൻ ആയി. നമുക്ക് അതേ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചാലും കൂടുതൽ രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. കാരണം യൂഷ്വലി റാപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ത്രൂ ഔട്ട് റാപ്പ് ആയിരിക്കും. ആദ്യം തൊട്ട് അവസാനം വരെ റാപ്പ് സ്റ്റോറിയിൽ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഈ ബ്രേക്ക് ആവണം, കുറച്ച് അതിനൊരു മെലോഡിക് രീതി കൊണ്ടുവരണം, ഒരു മെലോഡിക് ജോണർ അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അതും മെയിൽ സിംഗറെ കൊണ്ടുവരും, അതൊരു ഫീമെയിൽ സിംഗറിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റോറി പോകുന്നത് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ എന്തുകൊണ്ടത് കറക്റ്റ് യോജിച്ച് പോകും. അപ്പം അങ്ങനെയാണ് നമ്മളത് ഫീമെയിലിൻ്റെ ഒരു പോർഷൻ ആക്കി എടുത്തത്. അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്ക് ഈ പാടിയ അമൃതയെടുത്ത് പറയുന്നു ഈ പോർഷൻ ഹിറ്റാണ്, നീ നോക്കി. ചുമ്മാ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ചുമ്മാ റാൻഡമായിട്ട് കോമഡിക്ക് വരും, ഇത് നോക്കി ഇത് ഹിറ്റാവുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് ഇപ്പം ഹിറ്റായിട്ട് ഈ പാട്ട് ഹിറ്റായിട്ട് ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനം ഇൻസ്റ്റാഗ്രാം ആണല്ലോ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും അപ്രീസിയേഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? മെസ്സേജൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവന് ഫാൻസിന്റെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് ബ്രോ കൊളാബ്, ഫ്രീ വർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ്. നമ്മൾ ഓക്കെ ചെയ്ത് ഇവര് ട്യൂൺ അയച്ചു തരും, നമ്മൾ എഴുതി കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഇവര് റിപ്ലൈ ഒന്നും കാണത്തില്ല. ഇവര് അപ്പോഴത്തെ ഒരു മൂഡിൽ നിന്നൊക്കെ പറയുന്ന അങ്ങനെ ഇതുവരെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കുറെ നല്ല കാര്യങ്ങളുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി. ഫെജോനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. പുള്ളിയുടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പുള്ളി പറഞ്ഞു വർക്ക് കൊള്ളാം, ലിറിക്സ് നല്ല രീതിയിലുണ്ട്, ഇപ്പം ഇങ്ങനെ വർക്ക് ഇനി ഒരുപാട് ചെയ്യണം. ഹാഷറൊക്കെ ഇവനെ വിളിച്ച് ഭയങ്കര കോംപ്ലിമെന്റ് ഒക്കെ ആയിരുന്നു, പാട്ടൊക്കെ കൊള്ളാം, നല്ലപോലെ ട്രാക്ക് ചെയ്യണം എന്നുള്ള ഇവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഓക്കെ ഇവരൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കൊരു അതൊക്കെ ഒരു ചെറിയ സന്തോഷങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പം റാപ്പാണല്ലോ കത്തി നിന്നത്, അപ്പം നെക്സ്റ്റ് പ്രോജക്റ്റ് ഏത് മൂഡാണ് ഓഡിയൻസിന് കൊടുക്കാൻ പോകുന്നത്? റിലീസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഒരു മെലഡി, 2 മെലഡി ഉണ്ട്, റാപ്പ് ജോണറിലുള്ള ഒരു സാധനമുണ്ട്, ഒരു അടിച്ചുപൊളി ട്രാക്ക് ഉണ്ട്, ഒരു കാർണിവൽ വൈബിലൊക്കെ ഉള്ള ട്രാക്ക് ഉണ്ട്. ഇതൊക്കെ എപ്പോൾ റിലീസ് ആവും എന്നുള്ളത് നമുക്കറിയാം. ഉടനെ വരും. അപ്പോൾ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ട്രാക്ക് കേൾക്കുക, കൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൊള്ളത്തില്ല വിമർശിക്കുക. അപ്പോഴേ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. എപ്പോഴെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് വരും.